ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും ഇത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മാസം അവസാനം, അതായത് മാർച്ച് മാസം 31 2024 ഫെയിം 2 അങ്ങനെ എക്സ്പയർ ആകുകയാണ്. അപ്പോൾ അടുത്ത മാസം നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് വന്നിട്ട് 22,000 അടുത്ത് നിങ്ങൾക്ക് രൂപ ഇൻക്രീസ് ആവും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മാസമായിരിക്കും ഈ മാസം വണ്ടി എടുക്കാൻ. EV സെഗ്മെന്റിൽ കാര്യമായ ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫെയിം 2 സംബന്ധിച്ച് ധാരാളം വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ അതിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വീണ്ടും വെറുതെ വീഡിയോ ലെങ്ത് ആയി പോത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നെങ്കിൽ അതിനെക്കുറിച്ചൊന്നുമല്ല, ഇന്ന് ആക്ച്വലി റിക്വസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് രണ്ട് വണ്ടികൾ കമ്പയർ ചെയ്ത് കാണിക്കണമെന്നുകൊണ്ടാണ് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, ഹീറോ വിഡ V1 പ്ലസും അതിനൊപ്പം തന്നെ ഓല S1X 4 kW ബാറ്ററി പാക്കുള്ള വണ്ടി. ഈ രണ്ട് വണ്ടികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ആ വീഡിയോ പോകുന്ന മുന്നേയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉടനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ എല്ലാ തവണ പറയാറുള്ളതാണ്, പക്ഷേ മിക്ക ആൾക്കാരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരിട്ട് വീഡിയോയിട്ട് പോകാം. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും മാക്സിമം വില കുറച്ചിട്ടൊരു വണ്ടി കിട്ടണം, അതുപോലെ നല്ലൊരു വണ്ടി കിട്ടണം. അങ്ങനെയൊക്കെ എല്ലാവരും ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒരു ആഗ്രഹിക്കുന്ന സെഗ്മെൻറ്റാണ് ഒരു 1.2 lakhs താഴെ എക്സ്ഷോറും വരെയുള്ള വണ്ടി ഏതാണ് നല്ലതെന്നാണ് മിക്ക ആൾക്കാർ ഇപ്പോൾ നോക്കാറുള്ളത്. അപ്പോൾ അതിലൊരു ഏറ്റവും നല്ലൊരു വേരിയൻ്റ് ഇടയ്ക്ക് തോന്നാറുള്ളത് ഓലയുടെ S1Xൻ്റെ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ 2 മാസമായിട്ട് ഓലയുടെ എല്ലാ വണ്ടിക്കും റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓല S1Xൻ്റെ റേറ്റ് വരുന്നത് 1,20,000 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് വണ്ടികൾ ഹീറോ വിഡയുടെ V1 പ്ലസ് ആണെങ്കിലും 1,20,000 താഴെ നിൽക്കുന്ന റേറ്റുള്ള വണ്ടികളാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടികളാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മോട്ടോർ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു സൈഡ് മൗണ്ടഡ് PMSM മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 6 kW ആണ്. അതിനൊപ്പം തന്നെ ടോർക്ക് പറയുകയാണെങ്കിൽ 25 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഓലയുടെ S1X 4 kW കാര്യം നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് BLDC ഹബ് മോട്ടറാണ് വരുന്നത്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 6 kW ആണ്. അതുപോലെ നോമിനൽ പവർ 2.7 kW ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടിൻ്റെയും പവർ സെയിം ആണ്, പക്ഷേ ഒന്നത് BLDC മോട്ടറും ഒന്നത് PMSM മോട്ടറും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഒരു ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിഡ V1 ആയിരിക്കും ഈ കേസിൽ. അടുത്ത നമ്മൾ വണ്ടി ടോപ്പ് സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വിഡ V1 പ്ലസ് വരുന്നത് 80 km/h ആണ് ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത്. അത് 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 3.4 seconds ആണ് പറയുന്നത്. അതേ സ്ഥാനത്ത് ഓലയുടെ S1X 4 kW നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 90 km/h ആണ്. അതുപോലെ തന്നെ 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 3.3 seconds. അപ്പോൾ സെക്കൻഡ് ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0 to 40 രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ കുറച്ച് കൂടുതൽ നിൽക്കുന്നത് അതിൽ ഓലയാണ്. ഓലയ്ക്ക് 90 km ആണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. അടുത്ത നമ്മൾ വണ്ടിയുടെ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസ് ഉപയോഗിക്കുന്നത് 2 റിമൂവബിൾ ടൈപ്പ് ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നത്. അത് ഓരോ ബാറ്ററി വന്നിട്ട് 1.72 kW ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3.44 kW ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് വിഡയിൽ ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് ഓല S1 നമ്മൾ നോക്കുകയാണെങ്കിൽ 4 kW ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് വ്യത്യാസം അതായത് നോൺ റിമൂവബിൾ ടൈപ്പാണ്. അത് ഫിക്സഡ് ബാറ്ററിയാണ് ഓലയ്ക്കകത്ത് വരുന്നത്. വിഡയ്ക്കകത്താണെങ്കിൽ നമുക്ക് റിമൂവബിൾ ബാറ്ററി വരുന്നുണ്ട്. അടുത്ത നമ്മൾ വണ്ടിയുടെ റേഞ്ച് വെച്ച് പറയുകയാണെങ്കിൽ വിഡ V1 പ്ലസിനകത്ത് കമ്പനി ക്ലെയിം ചെയ്യുന്ന സർട്ടിഫൈഡ് റേഞ്ച് വന്നിട്ട് 143 km ആണ്. അതേ സ്ഥാനത്ത് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് 100 km ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ഓല S1X 4 kW നമ്മൾ നോക്കുകയാണെങ്കിൽ സർട്ടിഫൈഡ് റേഞ്ച് വന്നിട്ട് 190 km ആണ്. അതിനൊപ്പം തന്നെ ട്രൂ റേഞ്ച് പറയുന്നത് 134 km നോർമൽ മോഡലും 170 km എക്കോ മോഡലും. അപ്പോൾ അതാണ് രണ്ട് വ്യത്യാസത്തുള്ളത്. അടുത്ത നമ്മൾ വണ്ടി റൈഡ് മോഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്തുള്ളത് 4 മോഡ്സാണ് ഉള്ളത്. വിഡ V1 പ്ലസിന് തരുന്നത് എക്കോ, റൈഡ്, സ്പോർട്ട്, അതുപോലെ റിവേഴ്സ്. അതേ സ്ഥാനത്ത് ഓരോ കാര്യം പറയുകയാണെങ്കിൽ എക്കോ, നോർമൽ, സ്പോർട്ട്, റിവേഴ്സ്. അപ്പോൾ രണ്ടും കോമൺ ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ വണ്ടിയുടെ ബാറ്ററി ചാർജിങ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസ് എടുക്കുന്നത് 0 to 80 അച്ചീവ് ചെയ്യാൻ വേണ്ടി 5 മണിക്കൂറും 15 മിനിറ്റുമാണ്. അതേ സ്ഥാനത്ത് ഓല S1X 4 kW എടുക്കുന്നത് 6.5 മണിക്കൂറാണ്. 6.5 മണിക്കൂറിനാണ് അത് ഫുൾ ചാർജ് ആവുള്ളൂ. അടുത്ത വണ്ടി ഡിസ്പ്ലേ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസ് ഉപയോഗിക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു TFT ടച്ച് സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് ഓല S1Xനകത്ത് ഉപയോഗിക്കുന്നത് 4.3 ഇഞ്ചിൻ്റെ ഒരു സെഗ്മെൻ്റൽ LCD സ്ക്രീനാണ്. അതേ ടച്ച് സ്ക്രീൻ അതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിഡ V1 പ്ലസ് ആണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. അടുത്ത ഹെഡ്ലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പ്സ് എല്ലാം നമുക്ക് LED വരുന്നത്. രണ്ട് വണ്ടിക്കകത്തും സെയിം തന്നെയാണ്, ഒരു മാറ്റം വരുന്നില്ല. അത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ ബ്രേക്കിംഗ് സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസ് ഉപയോഗിക്കുന്നത് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ, ബാക്കിൽ വന്നിട്ട് ഡ്രം ബ്രേക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം വിഡ V1 പ്ലസ് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഓല S1X 4 kW വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡ്രം ബ്രേക്സ് ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം അവിടെയും കൊടുത്തിട്ടുണ്ട്. അടുത്ത വണ്ടി വീൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസിനകത്ത് ഉപയോഗിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് അലോയ് വീൽസ് ആണ്. കാരണം വേറെ ഒന്നുമില്ല, സൈഡ് മൗണ്ടർ PMSM മോട്ടർ ആയതുകൊണ്ട് നമുക്ക് അലോയ് വീൽസ് വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഓല S1X ഹബ് മോട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ വണ്ടി വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസ് വെയിറ്റ് ചെയ്യുന്നത് 124 kg ആണ്. അതേ സ്ഥാനത്ത് ഓല S1X 4 kW ആണ് 112 kg വെയിറ്റ് ഉള്ളൂ.
അതേ സ്ഥാനത്ത് ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസിനകത്ത് 24 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഓല S1Xൻ്റെ 4 കിലോ വാട്ടിനകത്ത് 34 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത്രയൊരു വ്യത്യാസമാണ് ബൂട്ട് സ്പേസിലുള്ളത്. അടുത്ത നമ്മൾ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്, ആൻറ്റി തെഫ്റ്റ് അലാറം വരുന്നുണ്ട്, ജിയോ ഫെൻസിങ് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, കൂടാതെ നമുക്ക് OTA അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതേസമയം നമ്മൾ ഓല S1Xൻ്റെ 4 കിലോ വാട്ട് നോക്കുകയാണെങ്കിൽ അത് ബേസിക് വണ്ടിയാണ്. എന്നിട്ട് പോലും നമുക്ക് ക്രൂസ് കൺട്രോൾ കിട്ടുന്നുണ്ട്, GPS കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്, OTA അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ വേറെ കാര്യമുള്ളത് നമുക്ക് നാവിഗേഷൻ കിട്ടുന്നില്ല, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നില്ല, അത് റിമോട്ട് ബൂട്ട് അൺലോക്ക് ആ ഓപ്ഷൻ കിട്ടുന്നില്ല. കൂടാതെ നമുക്ക് ഫിസിക്കൽ കീ ആണ് വരുന്നത്, നമുക്ക് ഡിജിറ്റൽ കീ അതിൽ വരുന്നില്ല. അതേസമയത്ത് വിഡ V1 നമുക്ക് കീലെസ് എൻട്രി ഓപ്ഷനും കമ്പനി കൊടുത്തിട്ടുണ്ട്. അടുത്ത എല്ലാ കാര്യങ്ങളുടെ പ്രൈസാണ്. നമ്മളിപ്പോൾ കൊച്ചിയുടെ എക്സ്ഷോറൂം വില നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസ് 1,15,000 രൂപയ്ക്കാണ് ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഓല S1X 4 കിലോ വാട്ട് 1,10,000 രൂപയ്ക്കാണ് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഓഫർ റേറ്റ് ആണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഓഫർ ഓലയ്ക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത്. അല്ലെ തീർച്ചയായിട്ടും 4 കിലോ വാട്ടിൻ്റെ ഓലയുടെ വണ്ടിക്ക് റേറ്റ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അടുത്തൊരു മേജർ ചേഞ്ച് ചെയ്യുന്ന വാറണ്ടിയുടെ കേസിലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ V1 പ്ലസിനകത്ത് വരുന്നത് 3 വർഷവും അല്ല 30,000 കിലോമീറ്ററാണ് ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് വെഹിക്കിൾ വാറണ്ടി വന്നിട്ട് 5 വർഷവും 50,000 കിലോമീറ്ററാണ് വിഡയിൽ കൊടുക്കുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് ഓല വണ്ടിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ബാറ്ററി വാറണ്ടി വന്നിട്ട് 8 വർഷവും അല്ലെങ്കിൽ 80,000 കിലോമീറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുന്നത് ഓല വെഹിക്കിൾസ് തന്നെ ആയിരിക്കും. അടുത്ത നമ്മൾ കളർ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ വിഡ വരുന്നത് 5 കളർ ഓപ്ഷൻസിലാണ്. അതേ സ്ഥാനത്ത് ഓല വണ്ടി വരുന്നത് 7 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഫൈനലി ആ ചോദ്യമാണ് ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ വിഡയ്ക്കകത്ത് പ്ലസ് പോയിന്റ് കണ്ടിട്ടുള്ളതിൻ്റെ റിമൂവബിൾ ബാറ്ററി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫ്ലാറ്റിലെ അപ്പാർട്ട്മെൻറ്റ്സ് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഒരു ചാർജിങ് പോയിന്റ് നിങ്ങളുടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറൊരു ഓപ്ഷൻ ആക്ച്വലി ഇല്ല. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ഇപ്പം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഒരു റിമൂവബിൾ ബാറ്ററി വരുന്ന ഏക വണ്ടി വിഡ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വിഡയിലേക്ക് പോകാം. അതല്ല, ഇപ്പോൾ ഓലയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ സർവീസും എല്ലാം വളരെ മോശമാണ്. എന്നിരുന്നാൽ പോലും വണ്ടിക്ക് ഇപ്പോൾ ഈ റേറ്റ് നിങ്ങൾ ഞാൻ പറയുന്ന വാല്യൂ ഫോർ മണി തന്നെയായിരിക്കും. കാരണം ഈ റേറ്റ് നിങ്ങൾക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ, അതായത് ഫെയിം ടു സബ്സിഡി എക്സ്പയർ ആകുന്ന മുന്നേ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓലയായിരിക്കും വാല്യൂ ഫോർ മണി. പക്ഷേ അതിൽ റിമൂവബിൾ ബാറ്ററി അല്ല, ഫിക്സഡ് ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങളുടെ ചാർജിങ് പോയിന്റിൽ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് പോയിന്റ് നിങ്ങളുടെ വെഹിക്കിൾ പാർക്കിങ്ങിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഓലയ്ക്കുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് ഓലയുടെ വണ്ടി തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ രൂപയ്ക്ക് അതായത് 1,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓല ഈ സമയത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി തന്നെയായിരിക്കും. അപ്പം വേറെ കാര്യമുള്ളത് ഓല 4 കിലോ വാട്ട് ആക്ച്വലി ഷോറൂംസ് വന്ന് തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ആവും തോന്നുന്നു. അപ്പോൾ ആ സമയമാകുമ്പോൾ ഫെയിം 2ൻ്റെ ഒരു ലിമിറ്റിൽ നിന്ന് പുറത്ത് പോകും. അപ്പോൾ ആ സമയത്ത് വണ്ടി റേറ്റ് കൂട്ടുമോ അറിയില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതുകൊണ്ടെങ്കിൽ വീഡിയോ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം ഞാൻ ആൻസർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത മാസം വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ മാസം മാക്സിമം പൈസ എങ്ങനെയെങ്കിലും റെഡിയാക്കിയിട്ട് വണ്ടി എടുക്കുന്നത് നല്ലത്. കാരണം തീർച്ചയായിട്ടും വണ്ടിക്ക് റേറ്റ് കൂടും. അപ്പോൾ അടുത്ത മാസം മിക്ക ആൾക്കാർ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണിലൊക്കെ നോക്കിയിട്ടാണ് നിൽക്കാറുള്ളത്, വണ്ടിക്ക് റേറ്റ് കുറയുന്നതൊക്കെ പ്രതീക്ഷിച്ചിട്ട്. പക്ഷേ എന്തായാലും ഫെയിം ടു എക്സ്പയർ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് റേറ്റ് കൂടും. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല സമയം ഈ സമയം തന്നെയാണ്. അതായത് ഈ മാസം മാർച്ച് 31 മുന്നേ നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്തിരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ ഒരു 10,000 രൂപ നിങ്ങൾക്ക് വണ്ടിക്ക് റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും വണ്ടിക്ക് ഇപ്പോഴത്തെ റേറ്റിന് എന്തായാലും വണ്ടി കിട്ടത്തില്ല, തീർച്ചയായും വണ്ടി റേറ്റ് കൂടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.